ഒരല്പം വേദനയോടുകൂടി സുന്ദരമായൊരു വചനം പറയാം. യോഹന്നാൻ 19:34. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ്റെ വിലാവിൽ കുത്തിത്തുളച്ച് കയറ്റുന്ന മിനിറ്റ് അത് ഏറ്റവും ഭയാനകമായ അനുഭവമാണെന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ക്രിസ്തു ജീവിതം എന്തായിരുന്നു? അത് ജീവിതയാത്രയിലെല്ലാം അവൻ കൊടുത്ത് ജീവിതം സമർപ്പിച്ചവനാണ്. തനിക്ക് വേണ്ടിയിട്ടൊന്നും നേടിയെടുക്കാനുള്ള ജീവിതമായിരുന്നില്ല ക്രിസ്തുവിൻ്റേത്. ക്രിസ്തുവിൻ്റെ ജീവിതം എപ്പോഴും കൊടുത്ത് സമ്മാനിച്ച് വറ്റിപ്പോയ ജീവിതത്തിൻ്റെ ഉടമയാണ് ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ അവസാന മണിക്കൂറും എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോഴും അവൻ്റെ വിലാവിൽ ഒരല്പം വെള്ളവും രക്തവും ബാക്കിയുണ്ടായിരുന്നു. അതും തന്ന് അപ്പോഴും കുരിശിൽ സമ്മാനങ്ങൾ നമുക്കായി ഒരുക്കി വെച്ചാണ് അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. അവസാന യാമങ്ങൾ പോലും ഈ നൽകലിൻ്റേതായിരുന്നു, ഈ തരുന്നതിൻ്റേതായിരുന്നു എന്ന് ഓർത്തെടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ, തിട്ടപ്പെടുത്തിയ ഒരു ജീവിതം, കാച്ചിക്കുറുക്കിയൊരു ജീവിതം യേശുവിൻ്റേത് വായിച്ചെടുക്കുമ്പോൾ ആരംഭം മുതൽ അവസാനം വരെ കോർത്തിണക്കുന്നത് ഈ നൽകലിൻ്റെ സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു. നൽകി തീർന്നുപോയ ഒരു ജീവിതാനുഭവത്തിൻ്റെ ഓർമ്മ വായിച്ചെടുക്കുമ്പോൾ നമുക്കും ഇത് നേടിയെടുക്കുന്ന സംസ്കാരം ഒരല്പം മാറ്റിവെച്ച് കൊടുത്ത് ക്രിസ്തുവോളം അടുക്കാൻ, സ്നേഹത്തിലേക്ക് വളരാൻ നമുക്കൊന്ന് പരിചയിക്കണ്ടേ? ആമേൻ.